ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി ആട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത്തിരി കടുക് ഇട്ടു. ഞാൻ ചിലപ്പോഴൊക്കെ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ കടുക് ഇടാറുണ്ട് ഇറച്ചിക്കറിക്ക്? എല്ലാവരും കടുക് ഇടാറില്ലല്ലോ, അതുകൊണ്ടാട്ടോ ചോദിച്ചേ. പിന്നെ കറിവേപ്പില ഇട്ടു, സവാള ഇട്ട് കൊടുത്തു, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ, നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമ്മുടെ സവാള ഒന്ന് പയ്യെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് പയ്യെ ഒന്ന് ചതച്ചെടുത്തതാട്ടോ, വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്, പേസ്റ്റാക്കിയതല്ല, പയ്യെ ഒന്ന് ചതച്ചെടുത്തു. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചിക്കൻ മസാല ഇത്തിരി അധികം ഇടും കേട്ടോ. ചിക്കൻ മസാലയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി കുറച്ചാണ് ഇടാറുള്ളൂ. കാശ്മീരി പൊടിയാണെങ്കിൽ ഇത്തിരി കൂടുതൽ ഇട്ടും, നല്ല കളറ് കിട്ടുമല്ലോ. എരിവുള്ളതാണെങ്കിൽ കുറച്ചേ ഇടാറുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറച്ച് ചിക്കനാണ് കേട്ടോ എടുത്തോളൂ കറി വെക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് സവാളയും മസാലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ ഇത്തിരി നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കൂ കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടാട്ടോ ഒന്ന് 5 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കണേ. പിന്നെ ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സുമാറില്ലല്ലോ, അതുകൊണ്ട് തിളച്ച വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. ചിക്കനും ഒത്തിരി വെള്ളം ആവശ്യമില്ലല്ലോ, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചപ്പോഴാട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്, മറന്നുപോയി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ടാട്ടോ ഇടുന്നത്. ചെറിയ കഷ്ണമാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ വെന്ത് അലിഞ്ഞ് അതിനകത്തേക്ക് പിടിക്കും. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചുവയായിരിക്കും കറിക്ക്. ഇപ്പോൾ വലിയ കഷ്ണമാക്കി ഇടുമ്പോൾ അതിൻ്റെ നന്നായിട്ട് വെന്ത് അതിനകത്ത് കഷ്ണം നല്ല ഇതായിട്ട് കിടന്നോളും. നമുക്ക് കഷ്ണം തന്നെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇറച്ചിയും ഉരുളക്കിഴങ്ങും എല്ലാം നല്ല വെന്ത് നല്ല സെറ്റായി കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ണാമല്ലേ. അങ്ങനെ പിന്നെ ചോറെടുത്തു. ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും ഇത്തിരി തൈരും കൂടി കൂട്ടി കഴിച്ചു. കുശാലായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.